ഇന്ന് നമ്മോടൊപ്പം ഈ ക്ഷമയുടെ ചാവറപിതാവിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല, ക്രിസ്തു ദർശനങ്ങളിലൂടെ തങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിച്ച വലിയ പാഠങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകിയ അഭിമാനപൂർവം ക്ഷമയുടെ പാഠങ്ങൾ ജീവിച്ച ഒരു കുടുംബമുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതയായ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അഭിമാനമായ ദൈവദാസി സിസ്റ്റർ റാണി മരിയയുടെ കുടുംബമാണത്. സിസ്റ്റർ റാണി മരിയയ്ക്ക് ഒരു അപകടം സംഭവിച്ചു, നമുക്ക് ഉടനെ അവിടെ എത്തണം എന്നാണ് അവർ പറഞ്ഞത്. സിസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആളെ മനസ്സിലാകുന്നില്ല, ആകെ കറുത്ത് കരുവാളിച്ച്. സിസ്റ്റർ ചിരിച്ചു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ പല്ലാണ് ആദ്യമേ വെളിയിൽ കാണുന്നത്. ആ പല്ല് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഈ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ക്ഷമ ദൈവിക കൃപ തന്നെയാണ്. ആ കൃപ നമ്മൾ ഏറ്റുവാങ്ങിയാൽ അതിൻ്റെ ഒരു പ്രസരണം നമ്മുടെ കുടുംബം വിട്ട് പുറത്തേക്ക് വഴിഞ്ഞൊഴുകും ഒരു ലോകം മുഴുവൻ എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ പ്രിയപ്പെട്ട റാണി മരിയ സിസ്റ്ററിൻ്റെ കുടുംബം. അമ്മ പറഞ്ഞു, മോനെ നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ എൻ്റെ മകളെ 51 കുത്തി കൊന്നെങ്കിലും അന്നൊക്കെ നിന്നോട് എനിക്ക് വളരെ വിരോധമായിരുന്നു. നിന്നെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ മനോഭാവം. അതൊക്കെ മാറി. അതുകൊണ്ട് നിന്നെ എൻ്റെ സ്വന്തം മകനായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. ഇന്ന് ലോകത്തിന് മുമ്പിൽ ക്രൈസ്തവ ചൈതന്യം ഏറ്റവും പ്രസ്ഫുരിക്കുന്ന ഒരു മൂല്യം അത് ക്ഷമയുടെ മൂല്യമാണ്. നമുക്കറിയാം, ക്രൈസ്തവ ചിന്താഗതിയിൽ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പല കാര്യങ്ങൾ സമയങ്ങളിലും വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അത് പറഞ്ഞാൽ അത് മുതിർന്ന് അത് മറ്റൊരു ഇതിലേക്ക് വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ സംഭാഷണം നിർത്തും. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ സഹോദരങ്ങളോട്, എല്ലാവരോടും ആ ക്ഷമിക്കാനുള്ള ആ ഒരു ശീലം, ആ ഒരു ക്ഷമ, ആ ഒരു ശക്തി നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. അത് അനുഭവത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരോടും അത് തറപ്പിച്ച് പറയണം. ആ ക്ഷമിക്കുന്ന സ്നേഹം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതം നമ്മൾ സുഗമമായിട്ട് ക്രിസ്തീയ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ട് കാരണന്മാരൊരു പഴഞ്ചൊല്ല് പറയും, ക്ഷമിച്ചാൽ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നു. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നു കാരണന്മാർ പറയുന്നത്. അത് സത്യമാണത്. അവർ പറയുന്നത് അവർ വെറുതെ പറഞ്ഞൊന്നുമല്ല. അവർ ഇതൊക്കെ മനസ്സിലാക്കി വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ക്ഷമ ആട്ടിൻ സൂപ്പിന് ഗുണം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്ഷമാശീലം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തീയ ആ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ ആ ശീലം, നമ്മുടെ പ്രവർത്തനം കണ്ട് മറ്റുള്ളവർ പറയണം, അത് അവനൊരു ക്രിസ്ത്യാനിയാണ്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് അവൻ ഇപ്പോഴും ക്രിസ്ത്യാനിയായിട്ട് നടക്കും. അവനെപ്പോലെ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ആ ഒരു ഊർജ്ജം നമുക്ക് നേടിയെടുക്കണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ക്രിസ്ത്യാനിയെ വെറുക്കുന്നു. എന്താ കാരണം? ക്രിസ്തു ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി പോലും ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും കാണാനില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ക്രിസ്ത്യാനിയെ വെറുക്കുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ക്രിസ്ത്യാനികൾ ആയിട്ട് ജീവിച്ചിട്ട് ക്രിസ്തുവിൻ്റേതായ തത്വത്തിൽ ജീവിച്ചിട്ട് മറ്റുള്ളവർ പറയണം, ഇവർ ക്രിസ്ത്യാനിയാണ്. തീർച്ചയായിട്ടും സ്റ്റീഫൻ ചേട്ടൻ ഒരു നല്ല പ്രാർത്ഥനാപൂർവമായൊരു കയ്യടി നമുക്ക് നൽകാം. കാരണം ഈ ഒരു അനുഭവ വിവരണം ഈ സദസ്സിനോടൊപ്പം ലക്ഷക്കണക്കിന് ശാലോം ടി വി പ്രേക്ഷകരും ഹൃദയം കൊണ്ട് ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അനുഭവം കൊണ്ട് വ്യാഖ്യാനിക്കാനായി വരം ലഭിക്കുന്നവർ വളരെ കുറവാണ്. ദൈവവചനം ഉച്ചരിച്ചും അതിൻ്റെ വ്യാഖ്യാനമൊക്കെ നൽകിയുമാണ് ക്ഷമയെപ്പറ്റിയുള്ള പഠനങ്ങളും വിവരണങ്ങളുമൊക്കെ നമ്മൾ നൽകുന്നത്. പ്രശസ്ത എഴുത്തുകാരനായ ബേബിച്ചൻ എർത്തയിൽ ആദ്യമായി എഴുതിയ ജീവചരിത്രത്തിൻ്റെ പേര് പുല്ലുവഴിയിൽ നിന്ന് പുണ്യവഴിയിലേക്ക് എന്നാണ്. ഈ പുല്ലുവഴികൾ പുണ്യവഴികളായി മാറിയത് എങ്ങനെയെന്ന് നമ്മൾ കേട്ടറിഞ്ഞപ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ, എൻ്റെയും മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ ശത്രുതയുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശത്രുത വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളിൽ പലർക്കും മനസ്സുകൊണ്ട് തോന്നിയിട്ടുണ്ടാവും.
ഇത്രയും സ്വന്തം പെങ്ങളെ കുത്തിക്കൊന്ന ഒരാൾ, അല്ലെ സ്വന്തം മകളെ കുത്തിക്കൊന്ന ഒരാളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ, അവൻ്റെ കൈയൊന്ന് കണ്ടാൽ എനിക്കൊന്ന് മുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാൻ കഴിയുന്നത്ര ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴമായ ബോധ്യമുള്ള ഒരു അമ്മയുടെ സാന്നിധ്യം, ഇതൊക്കെ പുണ്യം ചെയ്ത ജന്മങ്ങളാണ്. ദൈവവചനത്തിൻ്റെ, ഈശോയുടെ ജീവിതത്തോടെ ഏറ്റവും ഒട്ടി നിൽക്കുന്ന ജന്മങ്ങളാണ്. ഇതിങ്ങനെയൊരു സിസ്റ്റർ റാണി മരിയയുടെ മരണമുണ്ടായ സമയത്ത് മാത്രമാണ് ഈ ക്ഷമയുണ്ടായത് ഈ കുടുംബത്തിന് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ജീവിത വഴിയിൽ മുഴുവൻ ഈ ഒരു ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ക്രൈസ്തവ മാതൃക ജീവിതത്തിൽ അവർ സൂക്ഷിച്ചിരുന്നുകൊണ്ടാണ് ആ സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നത്. ക്ഷമയൊരു നിക്ഷേപമാണ്. അപ്പോൾ ഈ ചർച്ച നടന്നു വന്നിട്ട് ഈ വിവരണം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നിയേക്കാം, നമുക്ക് എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു ധാരണയുടെ പേരാണ് ക്ഷമ എന്ന് വിളിക്കുന്നത് ശരിയാണോ? നമുക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി ഒരു കമൻറ്റ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ ചാവറപ്പിതാവ് പറഞ്ഞതനുസരിച്ച് മൃഗങ്ങൾ പോലും ശത്രുക്കളോട് പകരം വീട്ടുവാൻ മൃഗങ്ങൾക്കും ശക്തിയുണ്ട്, എന്നാൽ അവയെ സാരം വയ്ക്കാതെ പൊറുക്കുന്നത് മഹാശക്തിയാണ് എന്നാണ്. പൊറുക്കുക, ക്ഷമിക്കുക എന്ന് പറയുന്നത് അപാരമായ ശക്തിയുടെ ഫലമാണ് എന്ന് വീണ്ടും ചാവറപ്പിതാവ് മാത്രമല്ല തമ്പുരാൻ്റെ വചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിയൊക്കെ വീണ്ടും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അഹിംസ എന്ന് പറയുന്നത്, ക്ഷമയെന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സങ്കല്പത്തിൽ ഒരുപക്ഷെ സോണി സിസ്റ്റർ ഈ ഒരു സമയത്ത് കൂടെ പോയ ഒരാളാണ് അല്ലേ? അപ്പം ഫസ്റ്റ് കസിൻസ് ആണ്, അപ്പോൾ ഒരുമിച്ച് ചേർന്നയാളാണ്. എങ്ങനെയാണ് ആ ഒരു സമയം ഒരു സമർപ്പിത എന്ന നിലയിൽ, പ്രത്യേകിച്ച് അൽഫോൻസാമയുടെ സഹന വഴികളിലൂടെയാണ് നമ്മൾ നിങ്ങളുടെ സമർപ്പിത ജീവിതത്തെ കൂടുതൽ ചൈതന്യപൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്നതും, ആ ഒരു സമയത്ത് ഇത്തരത്തിലൊരു സഹനത്തിൻ്റെ മനസ്സ്, അതും കുടുംബം മുഴുവൻ അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ, ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് അത് ആത്മീയമായ ഒരു കരുത്തായി മാറ്റുവാൻ സോണി സിസ്റ്ററിന് കഴിഞ്ഞത്? റാണി മരിയയും ഞാനും ഒരുമിച്ച് മഠത്തിൽ ചേർന്നതാണ്. ഞങ്ങൾ ഒരു കാറിനകത്ത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അപ്പനും അമ്മയുമായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ എറണാകുളം സേക്രഡ് ഹാർട്ട് പ്രോവിൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വ്രതം ചെയ്ത് സിസ്റ്ററായത്. സിസ്റ്ററായി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ റാണി മരിയ ബിജ്നോറിന് പോയത്. അവിടെ വെച്ച് തുടങ്ങിയതാണ് ഈ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങൾ. ബിജ്നോറിൽ റാണി മരിയയെ അറിയുന്നത് ബിജ്നോർ റാണി എന്നാണ്. അവിടെ സാമൂഹ്യ പ്രവർത്തന രംഗം കഴിഞ്ഞു. അവിടുത്തെ 8-9 വർഷം ബിജ്നോറിൽ നമ്മുടെ ഗ്രേഷ്യൻ പിതാവാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടുത്തെ കഴിഞ്ഞിട്ട് ഓഡ്ഗഡി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും റാണി മരിയ എന്നുള്ള റാണിയായിട്ടാണ് അവിടെയൊക്കെ അറിയപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഡ്ഗഡിയിലെ സേവനം കഴിഞ്ഞിട്ടാണ് ഇൻഡോറിന് പോയത്. ഇൻഡോറിൽ ചെന്ന് 3 വർഷം ആണ് അവിടെ താമസിച്ച്. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം അവിടെ പ്രൊവിൻഷ്യൽ കൗൺസിലറായിട്ട് സിസ്റ്റർ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ഈ ഫെബ്രുവരി 25-ാം തീയതിക്ക് മുൻപായിട്ട് ഈ നാട്ടിലേക്ക് പോരുക എന്നുള്ള ലക്ഷ്യത്തോടെ നാട്ടിലേക്ക് പോരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. നാട്ടിൽ വന്ന് അമ്മയൊക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുമ്പോൾ അന്നത്തെ ദിവസം അവിടെ സാധാരണ ബസ് കയറുന്ന സമയത്ത് ചെല്ലുമ്പോൾ ഒരു ബസ് കിട്ടും. ആ ബസ്സിനകത്ത് ആ ബസ് അറിഞ്ഞുകൊണ്ട് തന്നെ തലേ ദിവസം അറിഞ്ഞുകൊണ്ട് തന്നെ അവരത് ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, അവിടെ ബസ് കയറാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റർ ഇന്ന് ആ ബസ്സില്ല, സിസ്റ്റർ വീടിൻ്റെ വാതിക്കൽ തന്നെ നിന്നാൽ മതി, ഞങ്ങൾ അവിടെ ബസ് വരും, അപ്പോൾ സിസ്റ്ററിന് കയറി പോരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്ത ബസ്. അവർ നേരത്തെ കൂട്ടി സിസ്റ്റർ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് നാളെ പോകുമെന്ന വിവരം അവിടെ ഗ്രാമവാസികൾക്കൊക്കെ അറിയാം. അങ്ങനെ അവർ തലേ ദിവസം അതിനുവേണ്ട ആസൂത്രണങ്ങളെല്ലാം ചെയ്തതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയത്. അപ്പോൾ അതിനു മുമ്പ് സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആ പ്രവർത്തന രംഗങ്ങൾ അവിടുത്തെ സർപ്പഞ്ചിന് അത് അത്ര ഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഇതിനെല്ലാമുള്ള ആസൂത്രണങ്ങൾ നടന്നത്. അങ്ങനെ സിസ്റ്റർ മരിച്ചു. മരിച്ച ചരിത്രമെല്ലാം ചേട്ടൻ പറഞ്ഞു. ചേട്ടനൊക്കെ അന്ന് തന്നെ പോന്നെങ്കിലും ഞങ്ങൾ 7 ദിവസം കഴിഞ്ഞാണ് അവിടെ നിന്ന് പോരുക. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഈ സ്ഥലത്ത് പോയി. ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മലയാണ്. ആ മലയിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടുന്ന് ഈ മലയ്ക്ക് മുമ്പ് വണ്ടിയിൽ വെച്ച് ഇങ്ങനെ ഒരു തേങ്ങ പൊട്ടിച്ച് സിസ്റ്ററിന് കൊടുത്തു. ആ കൊടുത്ത സമയത്ത് സിസ്റ്റർ ചോദിച്ചു ഇതെന്താണ്? അപ്പോൾ പറഞ്ഞു ഇന്നൊരു ആഘോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ തേങ്ങ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉടനെയാണ് ഈ
സർപ്പഞ്ചും വണ്ടിയിലുണ്ട്, ജീവൻ സിംഗ് വണ്ടിയിലുണ്ട്, ഈ കുത്തിക്കൊന്ന മനുഷ്യനും വണ്ടിയിലുണ്ടല്ലോ. ആ സിസ്റ്റർ കയറിയപ്പോൾ തന്നെ സിസ്റ്ററിനെ മുൻപിൽ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെയാണ് പുറകിൽ നിന്ന് ഒന്ന് കുത്തി താഴേക്ക് വലിച്ചത്. അപ്പോൾ ഈ താഴെ വലിച്ചിടുന്ന സമയത്ത് ഈ വണ്ടിക്കാരോട് പറഞ്ഞു, വണ്ടി കയറ്റി കൊല്ലാനാണ് പറഞ്ഞത് ആദ്യം. പക്ഷേ അത് വണ്ടിക്കാർ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങ് നീക്കിയിട്ടു, വലിച്ച് നീക്കിയിട്ടു. അപ്പോൾ വണ്ടിയിൽ ഒരു പയ്യനിരിപ്പുണ്ടായിരുന്നു. അവന് പനിയായിട്ട് ആ വണ്ടിയുടെ മൂലയ്ക്ക് വരും. അവനാണ് ഇതെല്ലാം ശരിക്ക് മുഴുവൻ പറഞ്ഞത്. അങ്ങനെ ആ വലിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വേറെ ആരും അവിടെ ഇല്ലെങ്കിൽ ആ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണുകയില്ല. കാരണം താഴേക്ക് അങ്ങ് കൊക്കയാണ്. പിന്നെ അത് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ആ പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ, ഈ മരിച്ച അടക്കൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ ആ സ്ഥലം രക്തം ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുക, കാണുക, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും സഭാധികാരികൾ, ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ സഭയിലെ അധികാരികൾ ആ വ്യക്തികളോട് ഉള്ള വൈരാഗ്യം വെച്ച് പുലർത്തുകയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ സാധിക്കില്ല. കാരണം എങ്കിൽ തന്നെയും ഈ സ്വാമിയച്ഛൻ്റെ ആ ഒരു വഴി സഭാധികാരികൾ അതിനോട് ചുവട് പിടിച്ച് നിന്നതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഒരു നല്ല വഴിയിലൂടെ പോകാനും അതിനെ കാര്യമായിട്ട്. ആ ദിവസങ്ങളിൽ തന്നെ പല സ്ഥലത്തും ഇതുപോലെ വേറൊരു സിസ്റ്ററിനെ ഇതുപോലെ കൊന്ന ചരിത്രമൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ദൈവ നിയോഗമാണിത്. കാരണം റാണി മരിയയുടെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ദർശനം കണ്ടത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അന്നൊന്നും ഡയറി കുറിപ്പെന്ന് ഇത് ഉദ്ദേശിച്ചില്ലല്ലോ എഴുതുന്നത്. അപ്പോൾ റാണിമരിയ ഒരു ദിവസം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈശോ ഇങ്ങനെ റാണിമരിയയുടെ അടുത്തേക്ക് വരുന്നതും, ആ വന്നു കഴിഞ്ഞിട്ട് റാണിമരിയനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഒരു വാതിലുണ്ട്. ആ വാതിൽക്കൽ ചെന്നപ്പോൾ ഈശോ അങ്ങോട്ട് കയറിപ്പോകുന്നു. റാണിമരി അവിടെ നിൽക്കുക. അപ്പോൾ റാണി ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ കൊണ്ടുപോകാത്തെന്ന് ചോദിക്കുമ്പോൾ ഈശോ അവിടെ നിന്ന് പറയുകയാണ്, നിനക്ക് വരാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ കയറിപ്പോവുക. അങ്ങനെയുള്ളൊരു സാഹചര്യം, അങ്ങനെ ഒരു ഈശോയുമായിട്ടുള്ളൊരു കണ്ടംപ്ലേറ്റ് ലൈഫ് ഉണ്ടായിരുന്നു. കാരണം ഈ പോരുന്ന ദിവസമാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ഞാനൊന്ന് രാവിലെ നേരത്തെ ഒന്ന് എഴുന്നേൽക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ റാണിമരിയ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും ഞാനൊരു 4:30 ആകുമ്പോൾ എഴുന്നേൽക്കും. മറ്റേ ഞങ്ങൾ 5 മണിക്ക് മണിയടിക്കുമ്പോഴാണ് എഴുന്നേൽക്കുക. അപ്പോൾ റാണിമരിയ എന്നും 3 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അത് കൊടും തണുപ്പാണ് അവിടെ, പക്ഷേ ആ തണുപ്പൊന്നും വകവയ്ക്കാതെ പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു നല്ല യേശുവുമായിട്ടൊരു നല്ല ആത്മബന്ധമുള്ളത് കൊണ്ടാണ് അതിനെല്ലാം ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ആ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ആ സഹനത്തെ ആ കോൺഗ്രിഗേഷനിലുള്ള ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ അവിടുത്തെ പ്രൊവിൻഷ്യൽ അതിൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം അത് വളരെ ആദ്യമൊക്കെ ഒന്നും സ്വീകരിക്കാൻ സാധിച്ചില്ല. കാരണം ഇങ്ങനെയൊരു എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ സംഭവിക്കുകയെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും. പക്ഷെ അത് സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ സിസ്റ്റർ അന്ന് ആനാത്തിൽ പിതാവ് ആണ് അവിടെ അടക്കാനായിട്ടുള്ള പ്രധാന കാരണം. അന്ന് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ, ഞങ്ങളുടെ കോൺഗ്രിഗേഷനൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ പിതാവിന് അന്നൊരു ദർശനമുണ്ടായിരുന്നു. സിസ്റ്റർ ഈ സ്ഥലം, ഈ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സിസ്റ്ററിൻ്റെ അടുത്ത് ധാരാളം ആളുകൾ എത്തിച്ചേരും. അതുകൊണ്ട് സിസ്റ്ററിനെ ഇവിടെ തന്നെ അടക്കണം. അവിടെ ഇൻഡോർ റാണി എന്നാണ് സിസ്റ്ററും അവിടെയും അറിയപ്പെടുക. അപ്പോൾ അവിടെ അടക്കണമെന്നുള്ള ആനാത്തിൽ പിതാവിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ആ സിസ്റ്റർ പറഞ്ഞാൽ ഈ ഭോപ്പാലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അടക്കാനാണ് അന്ന് ഉദ്ദേശിച്ചത്. കാരണം ഇൻഡോർ എന്ന് പറഞ്ഞാൽ ആർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ്. അത്രയും ഉൾപ്രദേശം, വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ഭോപ്പാലിൽ നിന്ന് തന്നെ മണിക്കൂറുകൾ യാത്ര ചെയ്താണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വീണ്ടും ഇന്ന് ആ സ്ഥലം അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ആളുകൾ അവിടെയുള്ള ആ ജനങ്ങളെന്ന് പറഞ്ഞാൽ റാണി മരിയ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ആരാധകയായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് അവിടെ കൊണ്ടു നടന്നത്. അപ്പോൾ ആ ജനങ്ങളുടെ അടുത്തുനിന്ന് പോരാൻ ആദ്യത്തെ വാർഷികത്തിനൊക്കെ ആണെങ്കിൽ തന്നെയും ആ ജനങ്ങളുടെ സഹകരണവും സാന്നിധ്യവും ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ആ റാണി മരിയ അവിടെ എങ്ങനെ ജീവിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സഭയിലെ അധികാരികൾ അതിനോട് സഹകരിച്ചു. ഇങ്ങനെയൊന്നും ഒരു വിശുദ്ധ ഇതിലേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ ദൈവനിയോഗം എന്നവണ്ണം ഇന്ന് ആ റാണി മരിയ ഓരോ സാഹചര്യത്തിലൂടെ കടന്നുപോയ വഴികളെല്ലാം ഇങ്ങനെ വെച്ച് ദൈവം തന്നെ പ്രവർത്തിച്ചാണ് ഇന്ന് ദൈവദാസിയായിട്ട് ഉയർത്തപ്പെടുവാൻ ദൈവം തന്നെ നിയോഗം വെച്ചതാണ്. അങ്ങനെ ദൈവനിയോഗത്താലേ വന്നതാണ്. അങ്ങനെ ആ സാഹചര്യത്തിനനുസരിച്ച് ദൈവം കാണിച്ചു തന്ന വഴികളിലൂടെ നടന്നു പോയപ്പോൾ അതിന്നൊരു വിശുദ്ധ വഴിയിലേക്ക്, അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുണ്യ വഴിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി ദൈവത്തിൻ്റെ നിയോഗം എന്നവണ്ണമാണ് അത് ഓരോന്നും കടന്നുപോയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി
നവംബർ 18 ഒരു കല്ലറ തുറന്ന് അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം എടുത്ത് വീണ്ടും പള്ളിയിലേക്ക് സ്ഥാപിക്കുന്ന ഒരു കർമ്മത്തിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ നമ്മളൊക്കെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു സാഹചര്യമാണ് അതെല്ലാം. കാരണം അൽഫോൻസാമ്മയുടെ കബറിടം തുറന്ന് അവശിഷ്ടങ്ങളെടുത്ത് മാറ്റിവെച്ചെന്നൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുകയും കേൾക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു സാഹചര്യത്തിന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നത് വലിയ സന്തോഷം നിറഞ്ഞൊരു അനുഭവമായിരുന്നു. കാരണം അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ആ കുത്തുകൊണ്ട എല്ലൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കത് ആ സമയത്തൊരു വികാരം ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ നമ്മുടെ തമ്പുരാൻ അനുവദിച്ചതാണ് എന്നൊരു ഫീലിംഗ് ആ സമയത്ത് വന്നു. ദൈവനിയോഗമായിട്ട് ദൈവം ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ ദൈവത്തിൻ്റെ പാത, ഒരു ഫ്രാൻസിസ് പിതാവ് കാണിച്ചു തന്ന പാതയിലൂടെ ഞങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സംതൃപ്തിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഓരോ സാഹചര്യത്തിലും പരിശുദ്ധ പിതാവ് റാണിമരിയുടെ അനുജത്തിയെ അവിടെ ചെന്ന് കാണാനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ ഉള്ള അവസരം ഒരുക്കി. അതിനൊക്കെ തമ്പുരാൻ തന്നെ നിയോഗം. കാരണം അങ്ങനെ ഒരു അവസരം പോലും പ്രതീക്ഷിക്കാത്തതാണ്. കാരണം ഈ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു സിസ്റ്ററിൻ്റെ കുത്തിക്കൊന്ന സിസ്റ്ററിൻ്റെ അനുജത്തിയെ പരിശുദ്ധ പിതാവ് റോമിലേക്ക് ക്ഷണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളും ഞങ്ങളുടെ സഭയും ഞങ്ങളുടെ കുടുംബവും എല്ലാം ആ കയ്യൊപ്പിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൻ്റെ നിയോഗത്തിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. സമന്തർ സിംഗ് എന്ന വ്യക്തിയോട് എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ആദ്യം എനിക്ക് തോന്നിയത്, ഇത് എന്തൊരു മനുഷ്യനാണ്, ഇത്രയും വലിയ അപരാധം ചെയ്യാൻ എന്താ ചെയ്തതെന്നായിരുന്നു ആദ്യം തോന്നിയത്. പക്ഷേ കാലക്രമേണ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവലോകനം ചെയ്തപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ വ്യക്തിക്ക് റാണി മരിയ ആരാണ്, ഈ സിസ്റ്റർ ആരാണ്, ഇതൊന്നും ആ വ്യക്തിക്ക് ഒന്നും അറിയില്ല. അയാൾക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് അയാൾ കുറച്ച് കാശിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു. അന്നത്തെ ആ ദരിദ്രമായ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഇതിങ്ങനെ ഇത്രയും വലിയൊരു കാര്യമാകുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ലോ ആ മനുഷ്യൻ ചെയ്തത്. അയാൾ 10,000 രൂപയ്ക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ കുത്തിക്കോളാൻ പറഞ്ഞിട്ടും ഈ മനുഷ്യന് ഇത് ആരാണെന്ന് അറിയില്ലായിരുന്നു ആദ്യം. അപ്പോഴാണ് ഈ മനുഷ്യൻ പറഞ്ഞത്, സിസ്റ്റർ തന്നെയാണ് ഞാൻ കൊല്ലാൻ വിചാരിച്ചതെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എന്നാണ് ആ മനുഷ്യൻ വന്നപ്പോൾ പറഞ്ഞത്. ഞങ്ങളുടെ സഭ അധികാരികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ സംഭവിച്ചില്ല. ജീവൻ സിംഗിനോടൊക്കെ ആണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ട്. ഇന്ന് ആ ജീവൻ സിംഗിനെ ആണെങ്കിൽ തന്നെയും ഞങ്ങൾ വഴിയിലൂടെ കടന്നു. ഞങ്ങൾ ഈ നവംബർ 18 ചെന്നപ്പോഴും ഈ മനുഷ്യ വ്യക്തിപരമായിട്ട് കണ്ട് സംസാരിക്കാൻ നിന്ന് തരില്ല, എങ്കിൽ തന്നെയും ഞങ്ങൾ അയാളെ കണ്ടു. കാണുമ്പോൾ ഇപ്പോൾ പതുക്കെ ചിരിക്കും. അത്രയൊരു മാനസാന്തര അനുഭവത്തിലേക്ക് അയാളും വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അയാളും ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന് ഒരു ക്രൈസ്തവ മൂല്യം അയാൾക്കും കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ക്രൈസ്തവനാകണമെന്നല്ല, ക്രൈസ്തവ മൂല്യം ക്ഷമിക്കാനും സ്നേഹിക്കാനും സഹോദരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും. അപ്പോൾ ഈ സമന്തർ സിംഗ് ഇങ്ങനെയൊരു സാക്ഷ്യത്തിലേക്ക് വന്നപ്പോൾ ലോകം മുഴുവനും ആ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവത്തിലാണ്. കാരണം ഒരു കുത്തിക്കൊന്ന ആ വ്യക്തിയുടെ അമ്മയുടെയും അപ്പൻ്റെയും അടുത്ത് പോയി ക്ഷമ ചോദിക്കുക, അവരത് ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണ ഈ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയും അതിൽ തന്നെ ദൈവത്തിൻ്റെ നിയോഗം, അത്രയും ദൈവികമായൊരു കാഴ്ചപ്പാട്, അത് ദൈവം അവിടെ ഉണ്ടായിരുന്നു, ആ ദൈവത്തിൻ്റെ ഇതുണ്ടായിരുന്നു എന്നുള്ള സാക്ഷ്യമാണത്. കാരണം അല്ലെങ്കിൽ അതൊന്നും പെട്ടെന്നൊന്നും ക്ഷമിക്കാനോ ക്ഷമ കൊടുക്കാനോ ഒന്നും പെട്ടെന്നൊന്നും സാധിക്കില്ല. അപ്പോൾ ആ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വക്താവായിട്ട് ഇന്ന് സമന്തറും മാറിയിരിക്കുക. കൊല്ലണമെന്ന ആ ചിന്തയോടുകൂടി ഇരുന്ന സമന്തറും ഇന്ന് ആ ക്ഷമ ദൈവത്തിൽ നിന്നും ആ ക്ഷമ സ്വീകരിച്ചതുകൊണ്ടാണ് അവനും ഇന്ന് ആ ചിന്ത മാറി ഇന്ന് ആ ഓരോ പ്രാവശ്യവും നാട്ടിൽ വരാനും, പല പ്രാവശ്യവും ഇപ്പോൾ നാട്ടിൽ വന്നു പോയി. അപ്പോഴൊക്കെ ഈ മാതാപിതാക്കളുടെ സ്നേഹം, ഇവരുടെ സഹോദരങ്ങളുടെ സ്നേഹം എല്ലാം സ്വീകരിച്ച് കടന്നു പോകാൻ അവനും സാധിച്ചത് ആ ക്ഷമയുടെ ആ ജീവിതം, ആ ക്രൈസ്തവ മൂല്യം അവന് ലഭിച്ചതുകൊണ്ടാണ്. ആ ക്രൈസ്തവ സാക്ഷ്യമാണ് ഇന്ന് ലോകമെമ്പാടും കാണുന്നത്. ആ ലോകമെമ്പാടും ക്രിസ്തു പറഞ്ഞത് എന്താ? ശത്രുക്കളോട് ക്ഷമിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സമന്തരം ചെയ്തത് എന്തെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ സംഭവിച്ചത്. പക്ഷേ
ഇന്ന് നോക്കുമ്പോൾ അന്നതൊരു ക്രൂര വിനോദമായി തോന്നിയിരുന്നുവെങ്കിലും, അതൊരു ക്രൂരമായി തോന്നിയിരുന്നെങ്കിലും ഇന്ന് നോക്കുമ്പോൾ അതൊരു ഭാഗ്യമായിട്ടാണ് കാണുക. സിസ്റ്റർ റാണി മരിയ സമർപ്പിത ജീവിതക്കാരുടെ ഒരു പ്രചോദനം മാത്രമല്ല, ക്രിസ്തീയമായ ജീവിത വഴി പിന്തുടരുന്ന എല്ലാവർക്കും ഒരു വലിയ പ്രചോദനമാണ്. സമർപ്പിതർക്ക് കത്തി കൊണ്ടുള്ള കുത്ത് മാത്രമല്ല ഇന്ന് ലഭിക്കുന്നത്. ഇന്ന് തൂലിക കൊണ്ടുള്ള കുത്ത് ലഭിക്കുന്ന നിരവധി സമർപ്പിതരുണ്ട്. പലരുടെയും വാക്കുകളുടെ കുത്ത് ലഭിക്കുന്ന നിരവധി സമർപ്പിതരുണ്ട്. പലരുടെയും എഴുത്തിൻ്റെ കുത്ത് ലഭിക്കുന്ന സമർപ്പിതരുന്നുണ്ട്. നോട്ടത്തിൻ്റെ കുത്ത് ലഭിക്കുന്ന സമർപ്പിതരുണ്ട്. ഈ കുത്തുകൾ കൊണ്ടൊക്കെ മുറിവേൽക്കപ്പെടുന്ന നിരവധി 51 5000 അരിപ്പ പോലെ തുളഞ്ഞു നിൽക്കുന്ന നിരവധി സമർപ്പിത വ്യക്തിത്വങ്ങളുടെ ഈശോയ്ക്ക് വേണ്ടിയുള്ള, ക്ഷമിക്കുവാനുള്ള, സമർപ്പിക്കുവാനുള്ള, തോറ്റുകൊടുക്കുവാനുള്ള, ഒന്നുമല്ലാതാകുവാനുള്ള ആ ഒരു സമർപ്പണ ബോധത്തിൻ്റെ തളിർപ്പുകളാണ് സത്യത്തിൽ കത്തോലിക്ക സഭയും കേരളത്തിൻ്റെ പൊതുസമൂഹവും ഭാരത സമൂഹവും ഇന്ന് അനുഭവിക്കുന്ന മാനവികതയുടെ ആഘോഷങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ജന്തുക്കൾക്ക് ചെയ്യാൻ കഴിവില്ലാത്തത് മനുഷ്യൻ ചെയ്യുമ്പോൾ മനുഷ്യൻ മനുഷ്യനായിട്ടല്ല, മനുഷ്യൻ മാലാഖയായിട്ടാണ് മാറുന്നത് എന്ന് ജീവിതം കൊണ്ട് എഴുതി വെച്ച ഒരു പുണ്യവതിയുടെ പുണ്യ ജീവിത വഴികളാണ് നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെ റാണി മരിയായുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റോയിച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് വെളിയിൽ എത്രയോ അനിശ്ചിതത്വങ്ങളുടെ വഴികളിലാണ് ഓരോ സമർപ്പിതരും ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുമാണ് അവർ പോയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സമർപ്പിത ലോകമെമ്പാടും പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും നല്ല ജീവിത വഴികളിലൂടെ നല്ല മാതാപിതാക്കൾ മക്കളെ വളർത്തിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രിസ്തുവിന് യഥാർത്ഥത്തിലുള്ള സാക്ഷ്യം നൽകുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നത്. അവരുടെ സഹോദരങ്ങൾ ഈ ഒരു അവസരത്തിൽ ഏറ്റവും ക്ഷമയോടുകൂടി അതിനെ കാണുവാൻ അവർക്ക് കഴിയുന്നത്. എനിക്ക് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ഇത്തരത്തിലുള്ള വലിയ സാക്ഷ്യങ്ങൾ നമുക്കൊരു പക്ഷേ ഉണ്ടാകണമെന്നില്ല, പക്ഷേ ചെറിയ ജീവിതാനുഭവങ്ങളിൽ എങ്ങനെയാണ് ഈ ക്ഷമയെ നമ്മൾ അനുഭവിക്കുന്നത്? ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ സ്വന്തം എളിമപ്പെടുവാനും നമ്മൾ ശൂന്യരായിത്തീരുവാനും ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് ക്രൈസ്തവനായ ഓരോ വ്യക്തിയും തയ്യാറാണെങ്കിൽ മാത്രമേ ക്ഷമ നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരപ്പെടുകയുള്ളൂ. ക്ഷമ നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ ക്രൈസ്തവൻ എന്നുള്ള വാക്കിന് നമ്മൾ അർത്ഥമില്ലാത്തവരായിത്തീരും. മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ക്ഷമിക്കുവാനായിട്ടുള്ള ഒട്ടേറെ അവസരങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാണ് അത് ശരിക്കും ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറിയത്? ക്ഷമയെപ്പറ്റി പറഞ്ഞാൽ കുടുംബജീവിതത്തിലും അയൽബന്ധത്തിലും സമൂഹത്തിലൊക്കെ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റങ്ങൾ പോലും നമുക്ക് ഇങ്ങനെ നമ്മുടെ മേലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളും അയൽബന്ധമായിട്ട് നല്ല സ്നേഹത്തിൽ പോകാൻ പറ്റിയില്ല, സമൂഹത്തിൽ നമുക്ക് നല്ലതായിട്ട് ഇടപെടാൻ പറ്റിയില്ല. അതുപോലെ കുടുംബജീവിതത്തിലായാലും മരുമക്കളും മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് കുഞ്ഞു പ്രശ്നങ്ങളല്ല എന്തുണ്ടായാലും മിണ്ടാതെ ഭർത്താവ് ഇരുന്നാൽ പോലും ഞാനൊക്കെ 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് സെക്കൻഡ് കഴിയുമ്പോൾ അങ്ങോട്ട് തന്നെ വർത്താനം പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ആ ജീവിതത്തിന് വളരെ സന്തോഷമായി. അതൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു പിണക്കമായിട്ടോ ഒന്നും വിട്ടുവീഴ്ച തയ്യാറാണ്. എൻ്റെ പേര് വർക്കി പുളിമൂട്ടിൽ. ഈ പറഞ്ഞത് വളരെ സത്യമാണ്. എപ്പോഴെങ്കിലും ഒരു ചെറിയ പിണക്കം വന്നാൽ അത് നേട്ടമായിട്ടാണ് പലപ്പോഴും. തൊട്ട് പുറകെ ക്ഷമിച്ച് ഭയങ്കര സ്നേഹം, ഇരട്ടി സ്നേഹത്തിലേക്ക് വരും. അതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. വല്ലപ്പോഴും ഒരു പിണക്കം വരുന്നത് അതിലും വലിയ നേട്ടമായിട്ട് അന്നേരം തന്നെ കുറച്ച് അധികം നേരത്തേക്ക് വലിയ സ്നേഹത്തിലേക്ക് പിന്നെ വരാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മനഃപൂർവ്വം പിണങ്ങുന്നുണ്ടായിരുന്നു. അതങ്ങനെയൊന്നും ഇല്ല, എന്നാലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ശരിയാണത്. വല്ലപ്പോഴും നമ്മളൊന്നും മിണ്ടാതെയൊക്കെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ അന്നും ഉണ്ടായ സ്നേഹത്തെ കഴിഞ്ഞും വലിയ സ്നേഹം കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഈ ക്ഷമിക്കുന്ന സാഹചര്യത്തിൻ്റെ പിന്നിൽ സ്നേഹം നഷ്ടപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്. ആ നഷ്ടം നികത്തലാണ് ക്ഷമ കൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ചേട്ടായി പറഞ്ഞത്. ശരിയാണത്. തീർച്ചയായിട്ടും. സാറിൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? നമ്മൾ ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ മേലാത്ത എല്ലാവരും അനുഭവിച്ച ഒരു സംഭവമാണ്. ബാക്കിയൊക്കെ ആരെങ്കിലും അനുഭവിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷേ ക്ഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാകാത്ത ഒരു മനുഷ്യനും യേശു ഈ ദൈവത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ക്ഷമിക്കേണ്ട ഒരു അനുഭവം എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അവനവൻ്റെ മനസ്സമാധാനം വേണോ, ക്ഷമിച്ചിരിക്കണം. സന്തോഷം വേണോ, ക്ഷമിച്ചിരിക്കണം. ദൈവദാസിയായ റാണി മരിയയുടെ ജീവിതത്തിലൂടെ
വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ക്ഷമയുടെ പുതിയ പാഠങ്ങൾ ഇന്ന് നാം അനുഭവിക്കുകയായിരുന്നു. സ്നേഹം കർമ്മമാകുന്നതും പക പ്രാർത്ഥനയാകുന്നതും ക്ഷമയാണ് എന്ന് ഈ ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ചും റാണി മരിയയുടെ സഹോദരനും ഒരുമിച്ച് മഠത്തിൽ ചേർന്ന പ്രിയമുള്ള സോണി സിസ്റ്ററും നമുക്ക് പറഞ്ഞു തന്നു. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവിതത്തിലും ഒട്ടനവധി അവസരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തോട് ഇടപെടുമ്പോൾ, സഭയുടെ വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുമ്പോൾ ക്ഷമിക്കുവാനുള്ള അവസരങ്ങളെ ദൈവം നൽകുന്ന വിശുദ്ധ അവസരങ്ങളായി ചാവറപ്പിതാവ് കരുതുകയും അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമുക്കെല്ലാവർക്കും അൾത്താരയിൽ വെച്ച് വണങ്ങുവാൻ ദൈവം വിശുദ്ധ ചാവറപ്പിതാവിനെ നമുക്ക് നൽകിയത്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സഭയുടെ ഭാരതത്തിലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ആദ്യ വിശുദ്ധ അൽഫോൻസാമയായിരുന്നു. അൽഫോൻസാമയുടെ രോഗാവസ്ഥയിലും അൽഫോൻസാമ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, വിശുദ്ധ ചാവറപ്പിതാവ് സന്ദർശിച്ച് ദർശനം നൽകി അൽഫോൻസാമയെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന്. സഹനത്തിൻ്റെ വഴികളിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഈശോ നൽകുന്ന പ്രത്യേകമായ കൃപയാണ് സമാധാനവും സന്തോഷവും. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഈ സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും നമ്മൾ തയ്യാറാവുക തന്നെ ചെയ്യണം. അതാണ് കത്തോലിക്ക സഭ ഇന്ന് ആഗ്രഹിക്കുന്ന പാഠം. വിശുദ്ധ ചാവറപ്പിതാവ് നമുക്ക് നൽകുന്ന ദർശനവും അതുതന്നെയാണ്. അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്ത് എന്തുമാത്രം സന്തോഷവും സമാധാനവും ഉണ്ടാകുമായിരുന്നു എന്ന്. ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ.